മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ എല്ലാവരും ഓരോരോ വിശ്വാസത്തിലാണ് ഓരോ മതത്തിൽ മതാധിഷ്ഠിതമായ കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് വരുന്നത്. എല്ലാ മതത്തിനുമുണ്ട് അതിൻ്റേതായ വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും. ഹിന്ദുമതത്തിന് അവരനുഷ്ഠിക്കുന്ന രീതിയിലുള്ള പ്രമാണങ്ങൾ, അവരുടെ ആചാരങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ മുസ്ലിംസിനുമുണ്ട് അവരുടെ മതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും. ക്രിസ്ത്യൻസിനും അതുപോലെ തന്നെയാണ്. ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ച് അവരുടെ ആരാധനയിലെ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു തന്നെ ഒരു പ്രത്യേക പ്രമാണമുണ്ട്. അതെന്താ ആ പ്രമാണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ പ്രമാണം ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യൻസിന് ദൈവത്തിൻ്റെ 3 പ്രതീകങ്ങളെ ഒരുപോലെ ഒന്നിച്ച് ഒറ്റ ദൈവമാണ്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യൻ ആയി ജീവിച്ച് മരിച്ച് കബറടക്കി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പോയപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആസ്ഥാനത്തിൽ യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ള ഒരു അച്ചാരമായിട്ട് നമുക്ക് തന്നിട്ട് പോയതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. ഈ അച്ചാരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ 3 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വിശ്വാസ പ്രമാണം. അപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് പിതാവാം ദൈവത്തെക്കുറിച്ചാണ്. പിന്നീട് അതിൻ്റെ പകുതിയാവുമ്പോൾ അടുത്ത ഖണ്ഡികയിൽ പറയുന്നത് പുത്രനാം ദൈവത്തെക്കുറിച്ചാണ്. പിന്നീട് പറയുന്നത് പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ചാണ്. ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും മാമോദീസ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ ക്രിസ്ത്യാനികളാക്കി തീർക്കുവാനുള്ള ആദ്യത്തെ ഒരു കൂദാശ എന്നുമാണ് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്. ഇങ്ങനെ ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ വിശ്വാസ പ്രമാണം വെറുതെ അങ്ങ് ഉണ്ടായതല്ല. വിശുദ്ധന്മാരായ പിതാക്കന്മാർ 3 സുന്നഹദോസുകളിൽ വളരെ പ്രാർത്ഥനയോടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും കൃപയിലും എഴുതി ഉണ്ടാക്കിയതാണ് ഈ വിശ്വാസ പ്രമാണം. അത് AD 326, AD 381, AD 431 ഈ 3 വർഷങ്ങളിൽ കൂടിയ സുന്നഹദോസുകളിലാണ് ഈ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ അനന്തമായ കൃപയിൽ എഴുതിയതാണ്, നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ രചിച്ചതാണ് ഈ വിശ്വാസ പ്രമാണം. അതാണ് നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികളെ, അതായത് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ശീലിപ്പിക്കും വിശ്വാസ പ്രമാണം ചെല്ലാനായിട്ട്. അത് ഏത് ഭാഷയിലാണെങ്കിലും ശീലിപ്പിക്കും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേറെ ഏത് ഭാഷയാണ് ആ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നത്, പറയാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്, ആ രീതിയിൽ ആ ഭാഷയിൽ തന്നെ അവരെ അഭ്യസിപ്പിക്കും. അവരത് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി എപ്പോഴും പ്രാർത്ഥിക്കും. ഞാനൊക്കെ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഈ വിശ്വാസ പ്രമാണം എന്നും ചെല്ലിക്കും. നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയിലുമൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് ഭവനത്തിൽ ഒന്നിച്ചിരിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുക എന്നുള്ളത് തുടങ്ങിക്കൊടുക്കുന്നത് ഭവനത്തിലെ ഏറ്റവും മൂത്ത പിതാവായിരിക്കും. പിതാവ് തുടങ്ങിക്കൊടുത്താൽ പിന്നെ ഓരോ ഖണ്ഡികയുടെ തുടക്കം മാത്രം, ബാക്കി മുഴുവനും കുഞ്ഞുങ്ങളാണത് ഏറ്റുചൊല്ലുന്നത്. കാരണം അവരത് അഭ്യസിച്ചിരിക്കണം. ആ വിശ്വാസ പ്രമാണം അവർക്ക് നന്നായി അറിയണം. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു കെട്ടുറപ്പാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം അറിയാൻ വയ്യാത്ത ഒരു കുഞ്ഞു പോലും സഭയിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ 23-ാം സങ്കീർത്തനം, ഇത് രണ്ടുമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും കൊച്ചിലെ തൊട്ട് അഭ്യസിപ്പിക്കുന്നത്. അങ്ങനെ ആ സങ്കീർത്തനവും എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരേത് ഭാഷയിലാണോ സംസാരിക്കുന്നത്, അഭ്യസിക്കുന്നത്, അതേ ഭാഷയിൽ അവരത് ഏറ്റുചൊല്ലിക്കൊണ്ടിരിക്കും. ഈ 2 കാര്യം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും കൊച്ചിലെ മുതലത് ഗ്രാൻഡ് മദറാണ് ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ കൊച്ചുമക്കളെയും ഇത് പഠിപ്പിച്ചു. അപ്പം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളവരെ മക്കളെ ശീലിപ്പിച്ചിരിക്കണം. ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ വിശ്വാസ പ്രമാണം. ഈ ദൈവത്തിൻ്റെ 3 പ്രതീകങ്ങളെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ ഒന്നിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രമാണമാണ് വിശ്വാസ പ്രമാണം. അത് ഏക പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ രചിക്കപ്പെട്ടതാണ്. ഇനി ഇതിനകത്ത്
രചിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും സർവശക്തിയുള്ള അത് വേദപുസ്തകത്തിൽ അനേക സ്ഥലത്തുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ കൊട്ടേഷൻസ് മാത്രം എടുത്താണ് ഇത് ഈ വിശുദ്ധ പിതാക്കന്മാരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അനേക കൊട്ടേഷൻസ് ഉണ്ട്. ഏകദേശം 100ഓളം കൊട്ടേഷൻസ് ഓരോ രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാം വിശ്വാസ പ്രമാണത്തിൻ്റെ ആദിയോട് അന്തം മുഴുവൻ എടുത്ത് നമ്മൾ ബൈബിളുമായിട്ട് ടാലി ചെയ്യുമ്പോൾ മുഴുവൻ ബൈബിളിലെ വിശുദ്ധ വചനങ്ങൾ മാത്രമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ ഒരുപാട് നീട്ടു പോകുമ്പോൾ എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ബേസിക്കലി ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് മാമോദീസയാണ് ആദ്യത്തെ കൂദാശ. നമ്മൾ പള്ളിയിൽ നിന്ന് സ്വീകരിക്കുന്ന ആദ്യത്തെ കൂദാശ. ഈ മാമോദീസ കൂദാശയ്ക്ക് 2 പ്രധാന വ്യക്തികളുണ്ട്. ഒന്ന് മാമോദീസ സ്വീകരിക്കുന്ന പൈതലും, വേറൊന്ന് മാമോദീസ ഒരു കൊടുക്കാനായിട്ടൊരു ഗോഡ് ഫാദർ ഉണ്ട്. അതായത് ആരുടെ പേരാണോ ഈ കുഞ്ഞിന് കൊടുക്കുന്നത്, അത് മിക്കവാറും പെൺകുഞ്ഞാണെങ്കിൽ അപ്പൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ആയിരിക്കും. ആൺകുഞ്ഞാണെങ്കിൽ അപ്പൻ്റെ അപ്പനോ അല്ലെങ്കിൽ അമ്മയുടെ അപ്പനോ ആയിരിക്കും. അങ്ങനെ ആ മാമോദീസ പിതാവ് അല്ലെങ്കിൽ മാമോദീസ മാതാവ് ഈ വിശ്വാസപ്രമാണം ചെല്ലാൻ പഠിച്ചിരിക്കണം. വിശ്വാസപ്രമാണം ബേസിക് നോളജാണ്. അതറിയാത്ത ഒരാളെ കൊണ്ട് മാമോദീസ തല തൊടിയിക്കില്ല കുഞ്ഞുങ്ങളെ. സഭയുടെ ഒരു വലിയൊരു ആചാരമാണത്. മാമോദീസയ്ക്ക് വരുന്ന കുഞ്ഞിന് വേണ്ടി ഈ മാമോദീസയ്ക്ക് ഏൽക്കുന്ന, അതായത് ആരാണോ കുഞ്ഞിൻ്റെ തല തൊടുന്നത്, ആരുടെ പേരാണോ ഈ കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്, അയാൾ ഈ വിശ്വാസപ്രമാണം അവിടെ പള്ളിയിൽ വെച്ച് ഏറ്റു ചെല്ലണം. അപ്പോൾ അറിയാമല്ലോ വിശ്വാസപ്രമാണത്തിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ പ്രാധാന്യം, മാഹാത്മ്യം അല്ലെങ്കിൽ ആത്മീയത എന്തുമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രമാണം നന്നായി വായിക്കണം, പഠിക്കണം. വിശ്വാസപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവവചനങ്ങളെ കണ്ട് മനസ്സിലാക്കി വേണം അത് വിശ്വസിച്ച് അതിൽ വിശ്വാസത്തോടെ വേണം അത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.